എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീസ് കിച്ചൺ വേയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെയും ഒരു അച്ചാർ. അപ്പൊ എന്തച്ചാറാന്നുള്ള കാര്യം അറിയാമോ? സാധാരണ നമ്മൾ ഈ അച്ചാറൊക്കെ പ്രത്യേകിച്ച് സദ്യക്ക് ഇതില്ലാതെ ഒരു സദ്യ ഉണ്ടാകത്തില്ല. നാരങ്ങ, ഇത് സാധാരണ നമ്മൾ വാങ്ങുന്ന നാരങ്ങയല്ല, വടുകംപുളി നാരങ്ങ. ചില നാട്ടുകളിലാണെന്നുണ്ടെങ്കിൽ കറുനാരങ്ങ എന്ന് പറയും. അപ്പൊ ഈ കറുനാരങ്ങ കൊണ്ട് അച്ചാറിടും. സാധാരണ നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അച്ചാർ, അതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അച്ചാർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കാർന്ന് വെക്കുന്ന അച്ചാറാണ്. പക്ഷെ ഇത് അധികം ദിവസം ഇരിക്കത്തില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു പൂപ്പൽ പിടിച്ച് ഇത് പെട്ടെന്ന് ചീത്തയും മേളിൽ തന്നെ ഒരു പൂപ്പലൊക്കെ ഉണ്ടായി ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വേറൊരു മെത്തേഡിൽ അച്ചാറിന് ചെയ്ത് കാണിച്ചു നിങ്ങളെ. ഈ അച്ചാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 മാസക്കാലത്തോളം ഒരു പ്രശ്നമില്ലായിരുന്നു. നിങ്ങളിപ്പോൾ പരീക്ഷ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഈ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വടുകം പൊളിക്കാന്നുണ്ടെങ്കിൽ വയറിൻ്റെ ദഹനത്തെ നന്നായിട്ട് കൂട്ടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് സദ്യക്ക് എത്തുമ്പോൾ ഇത് വിളമ്പണേ. അപ്പം നമ്മൾ ഈ സദ്യക്കൊക്കെ അറിയാമല്ലോ, ഒത്തിരി വിഭവങ്ങൾ കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടാകാനുള്ള സാധ്യത, വയറിൻ്റെ ദഹനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഈ നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറിയുടെ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉദ്ദേശിച്ചത് നമ്മൾ സദ്യയുടെ കൂട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ സദ്യ വിഷയം വിട്ടെ. അപ്പം നമ്മുടെ വടുകംപുളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വടുകംപുളി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വടുകംപുളിയുടെ ഇതാണ് വടുകംപുളി നാരങ്ങയുടെ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നാരങ്ങ ഒന്ന് പറിക്കുക. ഇല്ലാത്തൊരു കടയിൽ നിന്ന് കരുനാരങ്ങയൊക്കെ വാങ്ങിക്കുക. ഇതിൽ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അച്ചാറിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വടുകംപുളി എന്താ ഇങ്ങനെ ഇരിക്കണം നോക്കുന്നുണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിപ്പോഴത്തേക്ക് ഏകദേശം 1 കിലോ ഉള്ളൊരു വലിയ നാരങ്ങയാണ്, വടുകംപുളി നാരങ്ങ. ഞാനിപ്പോൾ ഈ നാരങ്ങ എടുത്തിട്ട് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് അത് ഉപ്പിട്ട് ഒരു രാത്രി വെച്ചു. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും സോറി പറയുക, കാരണം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതാണ്, പക്ഷേ റെക്കോർഡ് മോഡിലായില്ലായിരുന്നു. ക്യാമറ സത്യം പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് ഞാൻ സാധാരണ ഇപ്പുറത്ത് വരുന്ന വീഡിയോ എടുക്കുന്നതിനൊക്കെ എടുത്തത്, പക്ഷേ റെക്കോർഡ് മോഡിലാകാൻ കാരണം റെക്കോർഡായില്ല. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്താ ചെയ്തതെന്നുള്ള കാര്യം പറയാം. വലിയൊരു നാരങ്ങ, വലിയ വടുകംപുളി നാരങ്ങ, അല്ലെന്നുണ്ടെങ്കിൽ കറുനാരങ്ങ. ഇത് ഏകദേശം ഞാൻ എടുത്ത് നല്ല വലിപ്പമുള്ള നാരങ്ങ, തൂക്കം 1 കിലോയോളം ഉണ്ടായിരുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ഒരു ദിവസത്തിന് രാത്രി ഫുള്ള് വെച്ചു. പിറ്റേ ദിവസം എടുത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കൊതിച്ച് നല്ല വെയിലാകുന്ന പരുവത്തിന് എടുത്ത് ഇതങ്ങ് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടത് ഉണങ്ങി ഏകദേശം ഇതിനകത്ത് വെള്ളമെല്ലാം അങ്ങ് വലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നല്ല ക്രിപ്സി ഫോമിലായിരിക്കണം. അതായത് നമ്മൾ കൈകൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ടൊക്കെ ഒന്ന് ഞെങ്ങുന്നൊക്കെ രീതിയിൽ വെള്ളം ഒട്ടും തന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ വടുകംപുളി നമ്മൾ മറ്റേ സാധാ അച്ചാറിടുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും. പക്ഷേ ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മാസക്കാലമൊക്കെ യാതൊരു പ്രശ്നവും കൂടെ നമുക്ക് അച്ചാർ ഉപയോഗിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളവരും നോക്കാം. വളരെ കുറച്ച് സാധനം മതി. ഇത് മുളക് പൊടി, പിന്നെ നമുക്ക് അച്ചാറിലേക്കുള്ള എണ്ണ, നല്ലെണ്ണയാണ് വേണ്ടത്, പിന്നെ കുറച്ച് കായവ്, പിന്നെ കറിവേപ്പില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്ത് നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ്. പിന്നെ ഉപ്പ്, ഇത് ഉപ്പിട്ട് എടുത്തേക്കുന്നതാണ്, ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പം നമ്മൾ ഈ മുളക് പൊടി എണ്ണയൊക്കെ ചേർത്ത് അച്ചാറിടുന്നതല്ലേ ഇത്, അപ്പോൾ ഒരു അല്പം കൂടെ ഉപ്പ് ചിലപ്പം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ അച്ചാറിന് വേണ്ടിയാണെന്നുണ്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തു, അച്ചാറായതാണ്. കാരണം ഇത്രയും നാരങ്ങ കഷ്ണങ്ങൾ എണ്ണ പുരളേണ്ടതാണ്. നല്ലെണ്ണ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നല്ലെണ്ണയൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഐറ്റംസ് വില കുറഞ്ഞ് 1 കിലോ നല്ലെണ്ണയൊക്കെ കിട്ടും. നല്ല നല്ലെണ്ണയാണെങ്കിൽ 250 രൂപയോളം വില വരും. നല്ല നല്ലെണ്ണയിട്ട് അച്ചാർ കുറേ നാളെ കൂടി ചീത്തയാകാതിരിക്കും. തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം കുറയ്ക്കുക. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയ കഷ്ണം നാരങ്ങായിട്ട് നോക്കി കരിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ചട്ടി ഒന്ന് ഇറക്കി വെക്കുക. എന്തിനാ ഇറക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് എന്ത് ചെയ്താലും ഇടുന്ന പൊടിയെല്ലാം കരിഞ്ഞു, മുളക് പൊടിയും കായമൊക്കെ. അപ്പം നമുക്ക് ആദ്യം അപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം മുളക് പൊടി പെട്ടെന്ന് കരിയുന്നത്, അപ്പോൾ കായം ഇട്ടിട്ട് മുളക് പൊടി ഇടുന്നതാണ് നല്ലത്. കുറച്ച് കായം, നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നാരങ്ങയ്ക്ക് കായം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ.
ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ, അതുകൊണ്ടാണ് കായത്തിൻ്റെ നമ്മൾ ടീസ്പൂൺ കണക്ക് ഞാൻ കാണിക്കാത്തത്. നിങ്ങൾ നോക്കിയാൽ കാണാം പൊടി ഒന്നും കരിയാതെ തന്നെ ഒന്ന് മൂത്ത് വരുന്നതാണ്. കണക്ക് തന്നെ മുളക് പൊടി നമ്മൾ കരിഞ്ഞു പോയിരിക്കുന്ന മുളകുടെ കളർ മാറി ബ്രൗൺ കളറാവും. ഇനിയിപ്പോൾ കരിയാതെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ചെറിയ ചുവപ്പോട് കൂടി ഒരു ബ്രൗൺ കളർ കിട്ടും. അത്യാവശ്യം വേണ്ടിയുള്ള കായം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചാണ്. നാരങ്ങയ്ക്ക് നല്ല പുളി ഉപ്പും ഉണ്ടാകുന്നുണ്ട്. മുളക് പൊടി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ മുളക് പൊടികളും ചേർക്കുന്നുണ്ട്. ഇതിനെ ഇളക്കി കൊടുക്കുക. നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകൂടെ ഗ്യാസ് എത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളകി കൊടുത്ത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഇട്ട് കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് അപ്പോഴേ ഒന്ന് ഓഫ് ചെയ്തേക്ക്. ഉടനെ തന്നെ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുക. കരിയാനായിട്ടുള്ള അവസരം കൊടുക്കില്ല, അതിന് മുമ്പ് തന്നെ നാരങ്ങ ഇടണം. എന്നിട്ട് മുളക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി എല്ലായിടത്തും ഒന്ന് പിടിച്ചതായിട്ട് കാണില്ല. വെളുത്ത കടലൊക്കെ ഇരിക്കണം നാരങ്ങയുടെ പല ഭാഗങ്ങളും. പേടിക്കൊന്നും വേണ്ട, മുളക് പിടിച്ചോളൂ. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിടിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ഒരു 6 മാസ കാലത്തോളം ഒന്നും യാതൊരു കുഴപ്പങ്ങളും കൂടാതെ ഉപയോഗിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ നല്ലെണ്ണ ഒഴിച്ച് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നല്ലെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും മുളകൊന്നും എല്ലായിടത്തും പിടിക്കും. ചൂടാക്കിയ നല്ലെണ്ണ വേണം ഒഴിക്കാൻ. ഇതിന് ചൂടുള്ളതുകൊണ്ട് മാത്രം എണ്ണ ഒഴിക്കണം. നിങ്ങൾ പിന്നീട് അച്ചാറിന് എണ്ണ ഇറക്കുന്നുണ്ട്, എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അച്ചാറിനോട്ട് ഒന്നുകൂടെ പിടിച്ചിട്ടുണ്ട് മുളക് പൊടിയൊക്കെ. നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓഫാണ് കേട്ടോ. ടൈമേ കഷ്ണങ്ങളൊന്ന് തെറിച്ച് പോകാൻ നോക്കിയാൽ താഴെ വീണാൽ പിന്നെ എടുത്ത് വിട്ടില്ല, പിന്നെ ബുദ്ധിമുട്ടാണ്. ഉപ്പ് എന്തോരുണ്ടെന്ന് നോക്കാം. എരിവും കറക്റ്റാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മോരിൻ്റെ കൂടെയൊക്കെ തൊട്ട് കൂട്ടി കഴിച്ച് ചോറുണ്ണാനൊക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വടകമ്പുളിൻ്റെ കൂടുതൽ ഇങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്. നല്ലൊരു അച്ചാറാണ്. കുറേ കാലത്തോട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, പിള്ളേർ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. കാരണം നാരങ്ങ അച്ചാറിൻ്റെ ഒത്തിരിയുള്ള ഒരു പുളിയോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടപ്പെടാഴിയൊന്നും ഇതിനുണ്ടാവില്ല. പിന്നെ മാത്രമല്ല വയറിന് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വയറിൻ്റെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ അച്ചാർ. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് എനിക്ക്. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീസ് കിച്ചൺ വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും. അവർക്കും കൂടെ കാണാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊരു അവസരം ഉണ്ടാകട്ടെ. അപ്പോൾ പുതിയൊരു വിഭവമായി വീണ്ടും കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി.